ഇൻഫോ പാർക്ക് ഫോട്ടോഗ്രാഫി ക്ലബ് അംഗങ്ങൾക്കൊപ്പം ഒരു അടിപൊളി യാത്ര. ഇതെവിടേക്കെന്ന് വെച്ചാൽ നെല്ലിയാമ്പതിയിലേക്ക്. പാലക്കാടിൻ്റെ ഈ ടണലൊക്കെ കടന്ന് നെല്ലിയാമ്പതിയിലേക്ക് നമുക്കൊരു അടിപൊളി ട്രിപ്പ് പോകാം. കുറേ ഫോട്ടോസ് എടുക്കാം. എങ്ങനെയാണെന്നൊക്കെ നമുക്ക് അതിൻ്റെ വിശേഷങ്ങൾ എങ്ങനെയാണെന്നൊക്കെ നമുക്കൊന്ന് കാണാം. IPC മെമ്പേഴ്സുകൾക്കൊപ്പം നമ്മൾ നെല്ലിയാമ്പതിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ എവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെല്ലിയാമ്പതി മലനിരകളാണ്. ഓക്കെ, ഈ മലനിരകൾ കടന്നിട്ട് ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. ആ ചെക്ക് പോസ്റ്റ് കടന്ന് നമ്മൾ നെല്ലിയാമ്പതിയിലേക്ക് പ്രവേശിക്കും. ഇപ്പോൾ ഏകദേശം അതിനടുത്ത് എത്താറായിട്ടുണ്ട്. ഓക്കെ, ഈ ചെക്ക് പോസ്റ്റാണ് ഈ കിടന്നത്. ഈ ചെക്ക് പോസ്റ്റ് കിടന്ന് കുറച്ച് നമ്മൾ അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ എത്തിയിരിക്കുന്നത് വ്യൂ പോയിൻറ്റിലേക്കാണ്. ഇതിൻ്റെ അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പോത്തുണ്ടി ഡാം കാണാൻ പറ്റും. ഈ പോത്തുണ്ടി ഡാമും പിന്നെ അതിൻ്റെ അടുത്തുള്ള ഈ മലനിരകളും നല്ലൊരു വ്യൂ. നമ്മളിപ്പോൾ ഈ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് അടുത്ത സ്ഥലത്തേക്ക് പതുക്കെ പോവാണ്. പോകുന്ന വഴി നമ്മൾക്കൊരു സൈറ്റിംഗ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഏതോ ഒരു ബേഡ്സിൻ്റെ സൈറ്റിംഗ് ആണ്. ഓക്കെ, ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂറേഷ്യൻ ഹൂപ്പേ അഥവാ ഉപ്പൂപ്പൻ എന്നൊക്കെ പറയുന്നൊരു കിളിയാണിത്. പോകുന്ന വഴി നമുക്ക് നല്ല പന്നിക്കൂട്ടങ്ങളൊക്കെ കാണാം. നല്ല അടിപൊളി വ്യൂ ആണ് ഇവിടെ. നമ്മളങ്ങനെ ഇവിടെ ഒരു ലൊക്കേഷനിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇപ്പോൾ വേഴാമ്പലിൻ്റെയൊക്കെ നെസ്റ്റിംഗ് ടൈം ആയതുകൊണ്ട് നമുക്ക് മലമുഴുക്കി വേഴാമ്പൽ അഥവാ ഗ്രേറ്റർ ഇന്ത്യൻ ഹോൺബിൽ എന്ന് പറയുന്ന ഇനം ആ ഒരു വേഴാമ്പലിനെ കാണാൻ പറ്റുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. അതിനു വേണ്ടി എല്ലാവരും ഇവിടെ ക്യാമറയൊക്കെ സെറ്റ് ചെയ്ത് മൊത്തത്തിൽ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഫസ്റ്റ് ഡേ തന്നെ ഇതിൻ്റെ സൈറ്റിംഗ് കിട്ടുമെന്ന് അറിയാൻ വേണ്ടി വന്നേക്കാണ്. ഇപ്പോൾ ഇതിൻ്റെ അടുത്ത് തന്നെ ആയിട്ട് ഒരു തേനീച്ചക്കൂടുണ്ട്, നമുക്ക് കാണാൻ കഴിയും. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഓറിയൻ്റൽ പൈഡ് ഹോൺബില്ലാണ്. ഓക്കെ, നമുക്കിതിൻ്റെ ഇത് മാത്രമേ ഇന്ന് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അടുത്ത ഇതിലേക്ക് പോവുകയാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഇത് കഴിഞ്ഞ് കുറച്ച് ഉച്ച കഴിഞ്ഞ് ഭക്ഷണം ഒക്കെ കഴിച്ച് നമ്മൾ നമ്മുടെ സ്റ്റേ ചെയ്യാനുള്ള ഒരു റിസോർട്ടിലേക്കാണ് ഈ പോകുന്നത്. മിസ്റ്റ് വാലി റിസോർട്ട് അല്പം ഓഫ് റോഡാണ്. അപ്പോൾ ഓഫ് റോഡിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ വേറെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഓഫ് റോഡ് വ്യൂവിൻ്റെ ഒരു വീഡിയോ ആഡ് ചെയ്തിട്ടുണ്ട്, അത് കാണുക. ഇപ്പോൾ നമ്മുടെ അംഗങ്ങളൊക്കെ ഇവിടെ മൊത്തം വ്യൂ കാണുകയും ഈ ഫോട്ടോ എടുക്കാനുള്ള തിരക്കിലൊക്കെയാണ്. അപ്പോൾ അല്പം നേരം നമ്മളിവിടേക്കൊന്ന് കണ്ട് ചുറ്റിക്കറങ്ങിയിട്ട് നമ്മൾ വീണ്ടും യാത്ര തുടങ്ങും. നമ്മളപ്പോൾ മിസ്റ്റ് വാലി റിസോർട്ടിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഏകദേശം ഒരു 500 ഏക്കറിൽ സ്ഥിതി ചെയ്യുന്ന ഒരു റിസോർട്ടാണിത്. പക്ക കാടാണിത്. ഇവിടെ പല പല റൂംസും പല കോട്ടേജുകളുണ്ട്. ഓക്കെ, അത് കണ്ട ശരിക്കും പറഞ്ഞാൽ ഒരു മലയണ്ണനാണ്. റിസോർട്ടിൻ്റെ അടുത്ത് തന്നെയുള്ള വ്യൂ ആണ്. ഇവന് ചാടാനുള്ള ഒരു പരിപാടിയാണ്. നമുക്ക് ഇതിൻ്റെയൊക്കെ വാവ് അടിപൊളിയായിട്ട് ചാടിയിട്ടുണ്ട്. നമ്മളിപ്പോൾ അങ്ങനെ അത്യാവശ്യം ഒരു നല്ല തിക്ക് ഫോറസ്റ്റ് ഏരിയ ആണിത്. അപ്പോൾ നമ്മളൊരു ഈവനിങ് വാക്കിന് ഇറങ്ങിയിരിക്കുകയാണ്. മിക്കവാറും എന്തെങ്കിലുമൊക്കെ സൈറ്റിംഗ് കിട്ടുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇവിടെ നല്ല ഓറഞ്ച് തോട്ടങ്ങളൊക്കെ ഉണ്ട്, ചുറ്റും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഒരു ഓറഞ്ചൊക്കെ പറിച്ച് നല്ല സ്വീറ്റ് ഓറഞ്ചാണ് നമ്മളൊന്ന് കഴിച്ച് നോക്കുകയാണ്. ഓക്കെ, നല്ല സ്വീറ്റാണിത്. കുറച്ച് പറിച്ചെടുത്തിട്ടുണ്ട്. ഇതിനോടൊപ്പം തന്നെ നമ്മളൊരു നൈറ്റ് സഫാരിയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ അനിമൽ സൈറ്റിങ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്ന ഇത് കണ്ട ആക്ച്വലി നല്ല ഇത് ഡിയറാണ്. ഓക്കെ, സാമ്പാർ ഡിയർ. അടിപൊളി കാട്ടുപോത്തല്ല, ഇതിനെ കാട്ടി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാട്ടുപോത്തിൻ്റെ ഒരു കൂട്ടം തന്നെ നമുക്കിവിടെ കാണാൻ കഴിയും. ഓക്കെ, എന്തായാലും നല്ലൊരു വ്യൂ ആയിരുന്നു. ഈ കാട്ടുപോത്തും മാനുകളും ഒക്കെ ആയിട്ട് ഇവിടെ ടൈഗറിനെയൊക്കെ ചിലപ്പോൾ സൈറ്റ് ചെയ്യാം, ബട്ട് നമുക്കൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ എന്തായാലും ഈ കാട്ടുപോത്തും അതിൻ്റെ കുട്ടികളും കുറച്ചൊക്കെ അവിടെ കിടന്ന് നല്ല റെസ്റ്റ് ചെയ്യാണ്. കൂടാതെ ഇവിടെ ഒരുത്തൻ്റെ നല്ല അടിപൊളി മെയിലാണ് തോന്നുന്നത്. ഇവൻ നല്ലോണം പുല്ലൊക്കെ തിന്ന് ആസ്വദിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അതേ റിസോർട്ടിൻ്റെ അടുത്താണ്, കോട്ടേജിൻ്റെ തന്നെ ഫ്രണ്ടിൽ നിന്ന് എല്ലാവരും ഫോൺ ചെയ്യുക, റെസ്റ്റ് ചെയ്യുക ഒക്കെയാണ് ചെയ്യുന്നത്. ഓക്കെ, ശരിക്കും നമുക്കിവിടെ നല്ല ഓളിൻ്റെ സൈറ്റിംഗ് ഒക്കെ ഉണ്ട്. നമ്മൾ ശരിക്കും സൂക്ഷിച്ച് നല്ല സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. മെയിൻലി കുറച്ച് പേര് ഇപ്പോൾ അതിൻ്റെയൊക്കെ ഫോട്ടോ എടുക്കാനുള്ള ഒരു പരിപാടിയിലാണ്. മെയിനായിട്ടുള്ള ബുക്ക് പിന്നെ വൈറ്റ് ബിൽഡ് ഈഗിൾ, ഫിഷ് ഔളൊക്കെ ഇവിടെ ധാരാളമായിട്ട് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതേന്ന് കണ്ട കുറച്ച് പേര് ടോർച്ചൊക്കെ അടിച്ച് നിൽക്കണ്ട. അവിടെ ഒരു ഔളാണ് ഇരിക്കുന്നത്, അതിൻ്റെ ഫോട്ടോ എടുക്കുകയാണ്. ഏർലി മോർണിംഗ് തന്നെ നമ്മൾ എഴുന്നേറ്റ് ഓക്കെ നമ്മളല്പം ബേർഡ് വാച്ചിങ്ങും അനിമൽ സൈറ്റിംഗ് ഒക്കെ കിട്ടുമെന്ന് അറിയാൻ വേണ്ടി ജസ്റ്റ് പുറത്തിറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന് നോക്കാം.
ഓക്കെ. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ അടുത്തായിട്ട് നമ്മൾ ഈ കാണുന്നത് കണ്ടോ, ഇതൊരു കാവാണ്. ഈ കാവിൻ്റെ അകത്ത് എന്തോ ഒരു വിഗ്രഹമൊക്കെ നമുക്ക് ഇവിടെ ഉണ്ട്. ഇത് എന്ത് ദേവതയാണെന്ന് നമുക്കറിയില്ല, എന്നാലും ഈ കാവാണിത്. ഈ കാവിൻ്റെ അടുത്ത് തന്നെയായിട്ട് ഒരു ചെറിയ തടാകം പോലെ, അതിൻ്റെ അകത്ത് ധാരാളം നല്ല വെള്ളം, ശുദ്ധമായ വെള്ളമുണ്ട്. ഇവിടെ നിന്നാണോ വെള്ളം എടുക്കുന്നത് അറിയില്ല, എന്തായാലും നല്ലതാണ്. അപ്പോൾ ഇത് പീജിയനാണ്. പിന്നെ ഇവിടെ നമുക്ക് മാനകളുടെ കൊമ്പുകളൊക്കെ കാണാം. ഉണ്ട്, നല്ല വ്യൂ ആണ് ഇവിടെയൊക്കെ. ചെറിയ ചെറിയ അരുവികളും ഒക്കെ ആയിട്ടുള്ള ഒരു നല്ല കാടിൻ്റെ ഉൾവശമാണിത്. നല്ല വ്യൂ ആണ്. ഇവിടെ അത്യാവശ്യം ബേഡ്സിൻ്റെയൊക്കെ സൈറ്റിംഗ് ഉണ്ട്. കുറേ ബേഡ്സിൻ്റെ ഫോട്ടോസൊക്കെ നമുക്ക് എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഓളാണ് ഈ കാണുന്നത്. നമ്മൾ റിസോർട്ടിൽ നിന്ന് ചെക്കൗട്ടൊക്കെ ചെയ്തു നമ്മൾ പഴയ സ്ഥലത്തേക്ക് പോവുകയാണ്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓറിയൻ്റൽ പൈഡ് ഹോംബിൾ. ഇതൊരു റയർ വുഡ് പെക്കറാണിത്. എനിക്ക് തോന്നുന്നു ഇതൊരു വൈറ്റ് പിൽഡ് വുഡ് പെക്കറാണെന്ന് തോന്നുന്നു. ഇതിൻ്റെ ഇടയിലാണ് ഇത് വേറൊരുത്തം വരുന്നുണ്ടോ. ഇതിനെന്തോ പരിപാടിയാണ്. അതായത് മലയണ്ണൻ എന്നറിയപ്പെടുന്നു, നമ്മുടെ സ്വന്തം മലയണ്ണൻ. ഇവൻ ചക്ക കഴിക്കാനുള്ള പരിപാടിയാണ്. ഉണ്ടോ, ഓരോ ചക്കയൊക്കെ തുറന്ന് ഇവന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ മെയിൻ ആളിവിടെ എത്തിയിട്ടുണ്ട്. മലമുഴക്കി വേഴാമ്പൽ, അഥവാ നമ്മൾ ഇതിനെ ഇംഗ്ലീഷിൽ പറയുന്നത് ഗ്രേറ്റർ ഇന്ത്യൻ ഹോൺബിൽ എന്ന് പറയും. ഇത് റെയറാണ്, ഇവിടെ കൂടുതലായിട്ട് കാണാൻ പറ്റും നമുക്ക്. ബാക്കി എല്ലാ സ്ഥലങ്ങളിലും നമുക്കാണെങ്കിലും നെല്ലിയാമ്പതിയിൽ നമുക്ക് ധാരാളം കാണാം. ഇവിടെ ആക്ച്വലി ഇപ്പോൾ നെസ്റ്റിംഗ് സീസണാണ്. അപ്പോൾ ഇതിൻ്റെ ഫീമെയിലുണ്ട്, ഇത് കൂടുണ്ട് ഇവിടെ. ഇപ്പോൾ ഇവിടെ അതിന് ഭക്ഷണം കൊടുക്കുന്ന പരിപാടിയാണ് ഇപ്പോൾ. ആശാൻ കുക്കിൻ്റെ അകത്ത് ഫ്രൂട്ട്സൊക്കെ വെച്ചിട്ട് നമുക്ക് അതിൻ്റെ ഫീമെയിൽസിന് ഇങ്ങനെ ഇത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, ഫുഡൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുക. അഗ്രസീവാണെന്ന് തോന്നുന്നു. ഇവിടെ അനക്കൊക്കെ കേട്ട ആൾ ജസ്റ്റ് അഗ്രസീവായിട്ട് എല്ലാം വീക്ഷിക്കുന്നുണ്ട്. എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. ഇതിനെ കാത്തിരുന്ന അവസാനം ഇതിൻ്റെ സൈറ്റിങ് കിട്ടി. അപ്പോൾ എല്ലാവരും ഹാപ്പിയായിട്ട് നല്ല കുറേ പിക്ചേഴ്സൊക്കെ എടുക്കാൻ പറ്റി. ഇത് കുറച്ച് നേരം ഇരുന്ന് തന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ചിറകടിക്കുന്ന സൗണ്ടൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര രസമാണ്. അത് ഒരു അമേസിങ് ഫീലാണ് ഇത് കേൾക്കാൻ തന്നെ. എന്തായാലും എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. ഇതിൻ്റെ സൗണ്ടൊക്കെ കേൾക്കാൻ പറ്റി, പിന്നെ ഇതിൻ്റെ സൈറ്റിങ് കിട്ടി, ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റി. എല്ലാവരും ഇന്നലെ മുതൽ നമ്മൾ നോക്കി നിൽക്കുന്നതാണ്. അപ്പോൾ 2 ദിവസമായി ശരിക്കും, ബട്ട് അവസാനം നമുക്കിതിനെ കിട്ടി. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങൾ എന്തായാലും കാണും, എല്ലാവരും നോക്കിയിരിക്കും. അപ്പോൾ ദയവായി എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.